ഹായ് ഫ്രണ്ട്സ്, കണ്ണൂർ ജില്ലയിലെ കാനായിക്കടുത്തുള്ള, അതായത് പയ്യന്നൂരിനടുത്തുള്ള കാനായിക്കടുത്തുള്ള കാനായി കാനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാട്ടിനുള്ളിൽ ഒരു മനോഹരമായ ചോല, അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ഈ പോകുന്നത്. അപ്പൊ അതിന്റെ ദൃശ്യങ്ങളിലോട്ട് ഏവർക്കും സ്വാഗതം. കണ്ണൂരിലെ പയ്യന്നൂരിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ പരിയാരം മെഡിക്കൽ കോളേജ് കാസർഗോഡ് ഹൈവേ റൂട്ടിലൊക്കെ പോയി പിലാത്തറ മെയിൻ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു പോയാലാണ് കാനായിലെത്തുക. ഗൂഗിൾ ലൊക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ കാനായി കാനം വാട്ടർഫോൾസ് എന്ന് കൊടുത്താൽ മതി, നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. ബസ്സിലൊക്കെ വരാണെങ്കിൽ കാസർഗോഡ് ബസ്സിൽ കയറി പിലാത്തറ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കാനായി ബസ്സിൽ കയറി കാനായിലെത്തി ഒരു ഓട്ടോ വിളിച്ചൊക്കെ പോകേണ്ടി വരും, കാരണം ഇത്തിരി ഉള്ളിലോട്ട് പോണ വഴിയാണ്. കണ്ണൂർ പയ്യന്നൂരിനടുത്തുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള തദ്ദേശവാസികൾക്കല്ലാതെ പുറത്തുള്ളവർക്ക് അറിയാത്തൊരു കാട്ടുചോലയാണ് കേട്ടോ ഇത്. ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഡെവലപ്പ് ചെയ്യാത്ത സ്ഥലമായതുകൊണ്ട് ടീമായിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് വരിക, ഫോർ യുവർ സേഫ്റ്റി. കുട്ടികൾ മുതിർന്നവരെ കൂടെ മാത്രം വരിക. ഈ ഒരു പോയിന്റ് കണ്ടില്ലേ, ഇവിടെയാണ് വണ്ടി നിർത്തി ഇറങ്ങേണ്ടത്. പ്രത്യേകിച്ച് ഒരു എൻട്രി പോയിന്റോ വിസിബിൾ ആയ ബോർഡോ ഡയറക്ഷനോ ഒന്നും ഇല്ല. എങ്കിലും ഗൂഗിൾ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിന് അടുത്ത് വരെ വരും. ഈ രണ്ട് ഭാഗത്തും ബണ്ട് കെട്ടിയിട്ടുണ്ട്. ഇതിന്റെ റൈറ്റ് ഭാഗത്തുള്ള ബണ്ടിന്റെ താഴോട്ട് ഇറങ്ങിയാലാണ് നമ്മുടെ പോണ കാട്ടുചോലയിലോട്ട് പോകേണ്ടത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലും വെള്ളം പോകുന്നത് കാണാം, അതുകൊണ്ട് തെറ്റി പോകരുത്. റൈറ്റ് സൈഡാണ് പോകേണ്ടത്. ബണ്ടിന് വാഹനം ആ സൈഡിൽ തന്നെ പാർക്ക് ചെയ്യണം, വേറെ പാർക്കിംഗ് സൗകര്യം ഒന്നും ഇല്ല. അപ്പൊ നല്ല മനോഹരമായ കാട്ടുചോലയാണ്. വീക്കെൻഡ് ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ തദ്ദേശവാസികൾ തന്നെ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യണമെങ്കിൽ വീക്ക് ഡേയ്സ് വരാം. കാനായിൽ നല്ലവരായ നാട്ടുകാരാണ് ഈ കാനം സംരക്ഷിക്കുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ ഒരു ബോക്സ് കണ്ടില്ലേ, ഇപ്പൊ ഇതിൽ നിക്ഷേപിക്കേണ്ടതാണ്. കാരണം നമ്മൾ വേണം ഇത്തരം സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കുക, എന്നാലല്ലേ നമുക്ക് ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇനിയും കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ നേരെ ഈ ഒരു വെള്ളം വഴി പോകുന്ന ഒരു വഴി കണ്ടില്ല, അതിൽ കൂടെ പോയാൽ നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ പോകുന്ന ഈ വഴി ഒന്ന് ശ്രദ്ധിച്ചോളൂ. ദേ ഈ കാണുന്ന വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തില്ല. നമ്മൾ വെള്ളം പോകുന്ന കാണുമ്പോൾ ഇതായിരിക്കും വഴിയെന്ന് വിചാരിക്കും, പക്ഷെ ഇതിന്റെ ലെഫ്റ്റ് തിരിഞ്ഞു പോവുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഹിഡൻ സ്ഥലങ്ങളുടെ വ്ളോഗുകൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത്തരം വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ പോലുള്ളവരല്ലേ നമ്മൾ വളർന്നു വരുന്ന വ്ളോഗേഴ്സിന് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ചേച്ചിയുടെ മോളായിട്ടാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. ഞങ്ങൾ ത്രില്ലിലാണ്. ഞാനിപ്പോഴേ പാൻറ്റൊക്കെ കയറ്റി വെച്ച് എന്തോ വലിയ സംഭവത്തിന് പോകുന്ന പോലെയൊക്കെയാണ്. പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്ന പോലെയൊക്കെയുള്ള പോക്കാണ്. പിന്നെ മഴക്കാലമാണെങ്കിൽ ഈ വെള്ളച്ചാട്ടങ്ങളും പുഴകളൊക്കെ കാണാൻ പോകണമെങ്കിൽ ട്രക്കിംഗ് ചെയ്ത് കുറച്ച് നടന്നു പോകുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം ഷൂ ഇടുക. ബാംഗ്ലൂരിൽ നിന്ന് ഷൂ ഇടാത്തതുകൊണ്ട് ചേച്ചിയുടെ സ്ലിപ്പർ ഇട്ട് കഷ്ടപ്പെട്ട് നടക്കേണ്ടി വന്നു. ഇവിടെ എൻ്റെ ബോഡി ഗാർഡ് ഈ കാണുന്ന അനുഷ്ക മഹേഷ് ആണ്. അപ്പൊ എൻ്റെ ചാടാനുള്ള എൻ്റെ ഒരു തള്ള വൈബ് കണ്ടപ്പോൾ അനുഷ്ക മഹേഷ് ഇതൊക്കെ എന്തെന്ന ഭാവത്തിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ നേരെ നടന്നു. അപ്പോ എന്റെ നടത്തം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും തള്ള വൈബാണെന്ന്. 90s കിഡ്സ് ആണെങ്കിൽ അത് ഞാൻ അംഗീകരിച്ചു തരില്ല കേട്ടോ എവിടെയും. ഒരു വർഷം മുന്നേ സ്റ്റെപ്പ് വഴിക്ക് കാലിന് ഫ്രാക്ചറായി 6 മാസം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്യാനും ടോയ്ലറ്റിൽ പോകാനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് സ്ലിപ്പഡ് ആയിട്ടുള്ള വഴി കാണുമ്പോൾ ഇന്ന് എനിക്കൊരു പേടി സ്വപ്നമാണ്. പണ്ട് ഇത്തരം വഴികളിലൂടെ ഓടിച്ചാടി നടന്നിരുന്ന ഞാനായിരുന്നു. അതുകൊണ്ട് പേടിയോണ്ടാട്ടോ, അല്ലാണ്ട് നടക്കാനും കയ്യിനും കാലിനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ടെൻഷനോ കയറിയാലൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ പോവാം. അപ്പൊ പോകുന്ന വഴിയിൽ ഇത്തരം ചെറിയ ചെറിയ ചോലകൾ കാണാം. ടെൻഷനും ഇടവേളകളൊക്കെ എപ്പോഴും ആവശ്യമാണ് നമുക്ക് ജോലി തിരക്കിലും സ്ട്രെസ്സിലൊക്കെ. അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ പോവുക, ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അതിന് പാരീസിൽ ഈഫൽ ടവറിലൊന്നും പോകണമെന്നില്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. മഴക്കാലമാണെങ്കിൽ ആഹാ എന്തോ ഒരു സൗന്ദര്യമല്ലേ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ കുളിക്കുമ്പോൾ. എനിക്ക് സ്വിമ്മിങ് ഒന്നും അറിയില്ല, എന്നാലും ഞാൻ വെള്ളത്തിൽ മുങ്ങി കുളിക്കും. അതെൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിനോ വാട്ടർ തീം പാർക്കിനോ തരാൻ പറ്റാത്ത ഒരു ഉന്മേഷമാണ് ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ. മനസ്സിന് തന്നെ ഒന്ന് കുളിച്ചില്ലെങ്കിൽ തന്നെയും ഇത്തരം സ്ഥലങ്ങൾ കാണുമ്പോൾ മനസ്സിനൊരു റിലാക്സേഷൻ ആണ്. അപ്പൊ പോകുന്ന വഴി ചെറിയ അരുവിയൊക്കെ കണ്ട് നമുക്ക് പോകാം. അപ്പൊ കാനം എന്ന് പറയുന്നത് കാട്ടുചോല എന്നാണ് അർത്ഥം അത്ര, ഞാൻ ഇപ്പോഴും അറിയുന്നത്. അപ്പൊ കണ്ണൂർ കാസർഗോഡ് റൂട്ടിലോട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് ബേക്കൽ കോട്ടയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോകുന്ന വഴി പയ്യന്നൂർ റൂട്ടിൽ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, തൃച്ചമ്പല ക്ഷേത്രം, കാനായി കാനൊക്കെ കണ്ടു പോവുക. ഇനി കണ്ണൂർ കാസർഗോഡ് വഴി വരികയാണെങ്കിൽ കണ്ണൂർ പയ്യാമ്പലം ബീച്ചും കണ്ണൂർ കോട്ടയൊക്കെ കണ്ട്, പിന്നെ ഇരിട്ടിയിലുള്ള പഴശ്ശി ഡാമും എടക്കാന റിവർ വ്യൂ പോയിന്റ്, അതിന്റെ വ്ളോഗൊക്കെ എൻ്റെ ചാനലിലുണ്ട്. തീർച്ചയായിട്ടും ഒഴിവ് കിട്ടുമ്പോൾ അത് കാണാം. ഒരുപാട് ഇൻഫോർമേഷൻസ് അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, കൃത്യം റൂട്ട് മാപ്പ് അടക്കം. അപ്പൊ അത്തരം സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും ഈ സ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ ഒരു റൂട്ടിലാണ്, പയ്യന്നൂർ റൂട്ട്. ഇപ്പൊ കണ്ണൂരിൽ നിന്ന് വരാണെങ്കിൽ ഫസ്റ്റ് ഇരിട്ടി വഴി വന്ന് കണ്ണൂർ ആ റൂട്ടിലൊക്കെ കയറി അവിടുത്തെ മെയിൻ സ്ഥലങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് പയ്യന്നൂർ എത്തി ലാസ്റ്റ് നിങ്ങൾക്ക് കാസർഗോഡ് ബേക്കൽ കോട്ട വരെ പോകാവുന്നതാണ്.
അപ്പൊ അങ്ങനെ ഞങ്ങൾ നേരെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ചേച്ചിയും മോളും കൂടി എന്നെ ഒരു വിധേന പിടിച്ചിറക്കാണ്. അമ്മൂമ്മമാര് പോലും ഇതിൽ കൂടെ സ്പീഡിൽ നടക്കും. പക്ഷെ സത്യം പറഞ്ഞാലോ എനിക്ക് പേടിയാണ്. എവിടെങ്കിലും വഴിക്ക് വീണ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താന്ന് പറയണം, മറ്റേത് ഞാൻ ഇതിൽ കൂടെ ഓടിച്ചാടി തുള്ളിച്ചാടി നടക്കണ ഒരു ഞാനായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ നേരെ നടന്നു പോവാണ്. കുറച്ചൊരു 1 കിലോമീറ്റർ അത്ര വരില്ല, കുറച്ചേ നടക്കാനുള്ളൂ. മഴക്കാലം ആയതുകൊണ്ട് ശ്രദ്ധിക്കുക, എല്ലായിടത്തും വഴുക്കലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് മഴക്കാലത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു പോവാം. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തി. അപ്പൊ ആദ്യം വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, പേടിയുണ്ട് ഇറങ്ങാനൊക്കെ. പക്ഷെ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്ത് പിടിച്ച പോലെയാണ്. അപ്പൊ എല്ലാ നെഗറ്റീവ് എനർജികളെയും പടി ഇറക്കി വിട്ട് പോസിറ്റീവായിട്ട് തിരിച്ചു വരാൻ ഇത്തരം യാത്രകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഞാൻ അങ്ങനെ യാത്രകൾ ചെയ്യുന്നത് എന്നെ സ്വയം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത്തിരി ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ബാഗും ബാക്കി അങ്ങ് ഇറങ്ങും. ഇനി സമയമില്ലെങ്കിൽ ലീവ് ഒന്നും ഇല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ബാംഗ്ലൂർ തന്നെ അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഔട്ട് ഓഫ് സിറ്റിയിൽ നല്ല പ്രകൃതി രമണീയമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ എത്ര പോയാലും ബോറടിക്കാത്ത. അപ്പൊ എല്ലാ വീഡിയോസിനും സ്റ്റേ ട്യൂൺ വിത്ത് മീ. ഒരു സ്ഥലത്തെ പറ്റിയുള്ള എല്ലാവിധ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. സെയിം പ്ലേസ് വ്ലോഗുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു അരുവിയുടെ ഓപ്പോസിറ്റ് കണ്ടില്ലേ, ഈ വേനൽക്കാലത്ത് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഈ ഓപ്പോസിറ്റ് വള്ളിയിലൊക്കെ തൂങ്ങി ഊഞ്ഞാലാടി നേരെ വെള്ളത്തിലോട്ട് ടപ്പ് എന്ന് വീഴാം. അപ്പൊ മഴ പെയ്ത് വെള്ളം കയറിയുണ്ട്, അവിടെ ഒരു പാറയൊക്കെ ഉണ്ട്, അതൊന്നും കാണാൻ പറ്റുന്നില്ല. അത്തരം വള്ളികളൊന്നും കാണാൻ പറ്റില്ല. വേനൽക്കാലത്ത് വരാണെങ്കിൽ അവിടെ കുറേ തൂങ്ങുന്ന ഊഞ്ഞാലുകളുണ്ട്. ഒരുപാട് മുന്നേ നമ്മൾ വേനൽക്കാലത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ആൾക്കാർ വെള്ളത്തിൽ ആ വള്ളിയിലൊക്കെ തൂങ്ങി വെള്ളത്തിൽ വീഴുന്നതും കുട്ടികളൊക്കെ എല്ലാവർക്കും എല്ലാ പ്രായത്തിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. മഴക്കാലം ആയതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ ഇത്തിരി സ്ലിപ്പറിയാണ്. അപ്പോൾ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ എപ്പോഴും ചെറിയൊരു തോതിൽ വെള്ളം പോകുന്ന ഒരു സ്ഥലമാണ്. വേനൽക്കാലം ആയെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വെള്ളം എക്സ്പെക്ട് ചെയ്ത് നിങ്ങളെ നിരാശരാക്കില്ല ഈ ഒരു സ്ഥലം. അപ്പൊ വേനൽക്കാലത്തായാലും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാനായി കാനം. പയ്യന്നൂരിനടുത്താണ്. അങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ മാറി നമ്മൾ തുള്ളിച്ചാടി കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ 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 നമ്മളെ പിടിച്ചാൽ കിട്ടൂല, നമ്മൾ ഇറങ്ങി വരില്ല എന്ന് പറഞ്ഞ ഭാവത്തിലാണ്. ബീച്ചിൽ കൊണ്ടുപോയാലും എവിടെ കൊണ്ടുപോയാലും എനിക്കൊരു കുട്ടി വൈബാണ്. ഞാൻ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരില്ല. പിന്നെ തുള്ളലും മറയലും ഒക്കെ ആയി കണ്ടാ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിന്റെ അറ്റത്തേക്കൊക്കെ പോയിന്ന് വരും. പക്ഷെ സൂക്ഷിക്കണം, വഴുക്കലുണ്ടാവും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വരുമ്പോ. പിന്നെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ അധികം ഉള്ളിലോട്ട് പോകേണ്ട ശ്രദ്ധിക്കണം. ഞാനിപ്പോ തുള്ളലൊക്കെ കഴിഞ്ഞ് ഡാൻസായി. എവിടെ പോയാലും ഞാനൊരു റീൽസോളി ആയതുകൊണ്ട് ഒരു എവിടെ പ്രകൃതി രമണീനെ കണ്ടാൽ എന്തേലും സ്റ്റെപ്പ് ഇടും. ഇവിടെ ഇപ്പോ എപ്പോഴാ കത്തിക്കേറാ, എവിടെയാ കത്തിക്കേറാ, ഏതിലാ ക്ലിക്ക് ആവാന്നൊന്നും അറിയില്ലല്ലോ. ഇതേ നമ്മുടെ ക്യാമറമാനെ നേരെ വെള്ളത്തിലിട്ടു. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ എനിക്ക് ക്യാമറ നിന്ന് നേരെ വെള്ളത്തിൽ ഇറങ്ങി. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഉള്ളിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണേ. ചോലയൊക്കെ ആകുമ്പോൾ മുങ്ങിപ്പോകില്ലെങ്കിലും എങ്ങാനും സ്ലിപ്പായി ഒഴുകിപ്പോയാൽ അവിടെ ഇവിടെയും പാറകളുടെ മേലൊക്കെ തട്ടി കൈയും കാലൊക്കെ പൊട്ടിയാൽ തീർന്നു. അപ്പൊ സേഫ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുക. കണ്ണൂർ ജില്ലയിൽ അധികം ടൂറിസ്റ്റുകളൊന്നും അറിയാത്തൊരു ഹിഡൻ ചോലയാണത്. ഈ വഴി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ, ഹിഡൻ ആയിട്ടുള്ളതും ഹിഡൻ അല്ലാത്തതും ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും നന്ദി. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പൊ ലേഡീസ് ഒക്കെ ആണെങ്കിൽ തിരക്കുള്ള ടൈമിൽ വരാൻ ഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഷോപ്പുകളും തിന്നാനും കുടിക്കാനൊക്കെ കുട്ടികളായിട്ട് വരുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക. തിരിച്ചു പോകുമ്പോൾ പ്ലാസ്റ്റിക് ആ ഭാഗത്ത് നിക്ഷേപിക്കുക, എൻട്രി ഭാഗത്ത്. ഭാവിയിൽ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഡെവലപ്പ് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന വഴി കാനായിലെ മനോഹരമായ ഒരു പാടം കണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.